കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും 10 ലോക്സഭാ മണ്ഡലങ്ങളുടെ സർവേ ഫലം പരിശോധിക്കുമ്പോൾ ഒരിടത്ത് NDAക്ക് വിജയസാധ്യത, മറ്റ് 6 ഇടങ്ങളിൽ UDFന് വിജയസാധ്യത, അതേസമയം ബാക്കി വരുന്ന 3 ഇടങ്ങളിൽ LDFന് വിജയസാധ്യത. അതായത് എല്ലാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സംബന്ധിക്കുന്ന സർവേകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു കാരണവശാലും 2019 UDF തരംഗം ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ എല്ലാ സർവേ ഫലങ്ങളും പറയുന്ന ഒരു UDF തരംഗമോ അല്ലെങ്കിൽ UDFനുള്ള മുന്നേറ്റമോ ഇക്കുറി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും ചില ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് LDFന് ഒരു കനത്ത മുന്നേറ്റവും വിജയസാധ്യതയും ഏറി വരികയാണ് എന്ന് മനസ്സിലാക്കാം. എന്തു തന്നെയാണെങ്കിലും NDA കേരളത്തിൽ ഒരു സീറ്റ് നേടും എന്ന് ചില സർവേ ഫലങ്ങളെങ്കിലും പറയുന്നുണ്ട്. ചിലയിടങ്ങളിലെല്ലാം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടവും ശക്തമാവുകയാണ്. മലപ്പുറം, വയനാട്, പൊന്നാനി എന്നീ മണ്ഡലങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. ചിലയിടത്തെല്ലാം തന്നെ ഒരു ത്രികോണ മത്സരത്തിലേക്കും നീങ്ങുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് ഉത്തര മലബാറിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വടകര, വയനാട് എന്നീ മണ്ഡലങ്ങളാണ്. വയനാട്ടിൽ സ്വാഭാവികമായും UDFന് മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള പഠനങ്ങളെല്ലാം തന്നെയുണ്ട്. വലിയ ഒരു വിജയം രാഹുൽ ഗാന്ധിക്ക് ഇക്കുറി പ്രതീക്ഷിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. പക്ഷേ 64.8% വിജയം നേടിയാണ് 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ സീറ്റ് ഉറപ്പിച്ചത്. എന്നാൽ 2024 വരുന്ന സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം 12% കുറവാണ് UDFന് വോട്ട് നിലയിൽ വരുന്നത്. അതായത് ഇക്കുറി UDF സ്വന്തമാക്കുന്നത് 52% വോട്ടുകളാണ്. അതായത് 2019 ഉണ്ടായിരുന്ന 7 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷ പിന്തുണ ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ആനി രാജയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. 32% വോട്ടുകളാണ് LDFന്റെ സ്ഥാനാർത്ഥിയായ ആനി രാജ സ്വന്തമാക്കുന്നത്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം 10% വോട്ടുകളാണ് NDAക്ക് നേടിക്കൊടുക്കാനായി സാധിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വയനാട് ലോക്സഭാ മണ്ഡലത്തെ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമൊന്നും തന്നെയില്ല. UDF തന്നെ മുന്നേറി വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ ഏകദേശം 12% വോട്ടുകളുടെ കുറവ് വയനാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇക്കുറി കേവലം 64 നിന്നും 52% ചുരുങ്ങിയിരിക്കുന്നു എന്ന് സാരം. അടുത്തത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDFന്റെ സ്ഥാനാർത്ഥി എത്തുന്നത് സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ്. LDFന്റെ സ്ഥാനാർത്ഥി വരുന്നത് MV ബാലകൃഷ്ണനാണ്. അതേ സാഹചര്യത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി വരുന്നത് ML അശ്വിനിയുമാണ്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDFന് ഏറെ വിജയപ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കാൻ സാധിക്കുമെന്ന് ഏറെ പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. എന്തു തന്നെയാണെങ്കിലും കഴിഞ്ഞ തവണ നേടിയിട്ടുള്ളത് 40,438 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ 2024 സർവേ ഫലം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ 36% വോട്ടുകളാണ് UDFന് അനുകൂലമായി വരുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ MV ബാലകൃഷ്ണന് അഥവാ LDFന് അനുകൂലമായി വരുന്നത് 38% വോട്ടുകളാണ്. NDA സ്ഥാനാർത്ഥിയായ ML അശ്വിനിക്ക് 16% വോട്ടുകളുടെ വർധനവുണ്ടായി 22% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നും സർവേ ഫലങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് 2019 ലഭിച്ച 6% വോട്ടിൽ നിന്ന് 16.13% കൂടുതൽ നേടിക്കൊണ്ട് 22% വോട്ട് നില ഉയർത്താനായിട്ട് ML അശ്വിനിക്ക് സാധിക്കുമെന്നാണ് ഈ സർവേ ഫലങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അടുത്തത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം K സുധാകരനാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. MV ജയരാജൻ LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. C രഘുനാഥ് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. കണ്ണൂരിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം 2019 വലിയ വിജയത്തിളക്കമൊന്നും തന്നെ 2024 ആവർത്തിക്കുകയില്ല എന്ന് സർവേ ഫലങ്ങളെല്ലാം തന്നെ കാണിക്കുകയാണ്. എന്നിരുന്നാലും നേടിയ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുധാകരനുള്ള വിജയ സാധ്യത ഏറെയാണ്. 44% വോട്ടുകളാണ് സുധാകരനെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതേ സാഹചര്യത്തിൽ MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം 41% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നും C രഘുനാഥന് 11% വോട്ടുകളോളം നേടാൻ സാധിക്കുമെന്നും പറയുകയാണ്. അതേ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4% വോട്ടിന്റെ വർധനവ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും. അടുത്തത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലമാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം UDFന് ഏറെ വിജയപ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. MK രാഘവൻ തന്നെ ഇക്കുറി വിജയിച്ചു വരാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. മാത്രമല്ല LDFനെ സംബന്ധിച്ചിടത്തോളം LDF കളത്തിലിറക്കിയിരിക്കുന്നത് എളമരം കരീമിനെ കൂടിയാണ്. വലിയ പ്രതീക്ഷ യഥാർത്ഥത്തിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് MT രമേശ് കൂടിയാണ്. എന്തു തന്നെയാണെങ്കിലും സർവേയിലെ വോട്ടിംഗ് നില പരിശോധിക്കുന്ന സാഹചര്യത്തിൽ MT രമേശ് സ്വന്തമാക്കുന്നത് 15% വോട്ടുകളാണ്. എളമരം കരീമിനെ സംബന്ധിച്ചിടത്തോളം 36% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്ന് പറയുന്നു. എന്നാൽ MK രാഘവൻ 39%
വോട്ടുകൾ നേടി വിജയിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് പറയുകയാണ്. 2019 55,225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു എം കെ രാഘവൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം UDF-നെ സംബന്ധിച്ചിടത്തോളം 6% വോട്ടുകളുടെ കുറവ് ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2% വോട്ടുകളുടെ കുറവാണ് രേഖപ്പെടുത്തുന്നത്. അടുത്തത് വടകര ലോക്സഭാ മണ്ഡലമാണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയായി KK ശൈലജ ടീച്ചറും UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലും NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഫുൽ കൃഷ്ണയും മത്സരിക്കുകയാണ്. മുൻപ് വന്നിട്ടുള്ള എല്ലാ സർവേകളും കാണിച്ചിട്ടുണ്ടായിരുന്നത് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ LDF-ന് മുൻതൂക്കം ഏറെയാണ് എന്നും സർവേ ഫലങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ സർവേ ഫലം പുറത്തുവരുന്ന സാഹചര്യത്തിൽ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം 42% വോട്ടുകൾ നേടി വിജയിക്കാൻ സാധിക്കുമെന്ന് കാണിക്കുന്നു. അതേ സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം 41% വോട്ടുകളാണ് നേടാൻ സാധിക്കുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ പ്രഫുൽ കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം 5% വർധനവാണ് വോട്ടിലുണ്ടായിരിക്കുന്നത്. 12% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചില സർവേ ഫലങ്ങളിലെങ്കിലും ഷാഫി പറമ്പിൽ മുന്നിട്ട് വരുന്നതായി കാണാൻ സാധിക്കും. ചില സർവേ ഫലങ്ങളെല്ലാം തന്നെ ശൈലജ ടീച്ചർക്ക് മുൻതൂക്കം ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. എന്തു തന്നെയാണെങ്കിലും വടകര ലോക്സഭാ മണ്ഡലത്തെ സർവേ ഫലം കൊണ്ട് വിലയിരുത്താൻ സാധിക്കുകയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് എല്ലാ സർവേകളും വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുന്നത്. രണ്ടാം ഘട്ട സർവേ ഫലത്തിലെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ പാലക്കാട്, ആലത്തൂർ, മലപ്പുറം, പൊന്നാനി, തൃശൂർ തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളാണ് പരിശോധിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ കുത്തകയായിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം. 2019 VK ശ്രീകണ്ഠൻ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് പാലക്കാട് വലിയൊരു അട്ടിമറി വിജയം നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി CPM-ന് അത് തിരിച്ചുപിടിക്കണം എന്നുള്ള വലിയൊരു പ്രതീക്ഷയും ആഗ്രഹമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഇത് തന്നെയാണെങ്കിലും LDF-ന്റെ സ്ഥാനാർത്ഥി വരുന്നത് A വിജയരാഘവൻ തന്നെയാണ്. അതേസമയം തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി വരുന്നത് സിറ്റിംഗ് MP കൂടി ആയിട്ടുള്ള VK ശ്രീകണ്ഠനാണ്. അതേ സാഹചര്യത്തിൽ NDA-യുടെ സ്ഥാനാർത്ഥി വരുന്നത് C കൃഷ്ണകുമാറാണ്. സർവേ ഫലങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായ A വിജയരാഘവൻ സ്വന്തമാക്കാനിരിക്കുന്നത് 39% വോട്ടുകളാണ്. അതേസമയം തന്നെ UDF-ന് അനുകൂലമായി വരുന്നത് 35% വോട്ടുകളാണ്. NDA-ക്ക് 4% വർധനവാണ് NDA-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. 24%-ഓളം വോട്ടുകൾ നേടാനായിട്ട് സാധിക്കുമെന്നാണ് സർവേകളെല്ലാം തന്നെ ഉറപ്പ് നൽകുന്നത്. അടുത്തത് മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഏറെ വിജയ പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ്. സ്വാഭാവികമായും ലീഗിന് വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ലീഗിന് വിജയ സാധ്യത ഏറെയാണ് എന്നുള്ള കണക്കുകളാണ് മുൻപേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ET മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം 19% വോട്ടിലെ വ്യത്യാസമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഈ സർവേ ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇപ്പോഴത്തെ സർവേയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തുന്ന സാഹചര്യത്തിൽ 19% വോട്ടിൻ്റെ കുറവ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേരിടാനുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് 53% വോട്ടുകൾ മാത്രമാണ് ലീഗിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. എന്നാൽ LDF-ലേക്ക് വരുമ്പോൾ 34% വോട്ടുകൾ നേടുന്നതായി കാണാൻ സാധിക്കും. അതായത് കഴിഞ്ഞ തവണത്തെ വോട്ട് നിലയെ സംബന്ധിച്ചിടത്തോളം 3% വോട്ടിൻ്റെ വർധനവ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. NDA-യെ സംബന്ധിച്ചിടത്തോളം 10% വർധനവാണ്. അതായത് 1% കഴിഞ്ഞ തവണത്തിൽ നിന്നും കൂടിയെന്ന് വേണം NDA-യെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ. എന്തുതന്നെയാണെങ്കിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറിയും ലീഗ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയൊരു വ്യത്യാസം LDF-ഉം UDF-ഉം തമ്മിൽ വരുന്നുണ്ട്. 53-ൽ നിന്നും 34 എന്ന നിലയിലേക്കാണ് LDF മലപ്പുറത്ത് നിൽക്കുന്നത്. അടുത്തത് പൊന്നാനി എന്ന ലോക്സഭാ മണ്ഡലമാണ്. സ്വാഭാവികമായും ലീഗിന് ഏറെ പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലം തന്നെയാണ്. എങ്ങനെയാണ് വോട്ട് നിലയിലുള്ള വ്യത്യാസം എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഇതന്നെയാണെങ്കിൽ സമദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 13% വോട്ടിൻ്റെ കുറവ് പൊന്നാനിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് 47% വോട്ടുകളാണ്. KS ഹംസയ്ക്ക് 34% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. 3%-ന്റെ ഒരു വർധനവ് KS ഹംസയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് സർവേ ഫലങ്ങൾ കാണിക്കുന്നു. എന്നാൽ NDA-യുടെ സ്ഥാനാർത്ഥി വരുന്നത് നിവേദിതയാണ്. 12% വോട്ടുകളാണ് നിവേദിത സുബ്രഹ്മണ്യന് സ്വന്തമാക്കാൻ സാധിക്കുക. മറ്റ് 2 ലോക്സഭാ മണ്ഡലങ്ങൾ, ഒന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം, മറ്റൊന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലവുമാണ്. രണ്ടും അടുത്തടുത്തിരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ എന്നതിലുപരി വലിയ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലങ്ങൾ കൂടിയാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണെങ്കിലും തൃശൂർ ലോക്സഭാ മണ്ഡലമാണെങ്കിലും. ആലത്തൂർ ഇത്തവണ എന്ത് തന്നെയാണെങ്കിലും രമ്യ ഹരിദാസിൻ്റെ കയ്യിൽ നിന്നും CPM പിടിച്ചെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് രാധാകൃഷ്ണനെ കളത്തിലിറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പോലും മാറ്റി മത്സരിപ്പിക്കാൻ ഇറക്കിയത് CPM-ന് എന്ത് തന്നെയാണെങ്കിലും ആലത്തൂർ കോട്ട തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എന്നാൽ സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ രമ്യ ഹരിദാസിന് 9% വോട്ടിൻ്റെ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. രമ്യ ഹരിദാസിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് 43% വോട്ടുകളാണ്. എന്നാൽ 2019 രമ്യ ഹരിദാസ് നേടിയിട്ടുള്ളത് 52% വോട്ടുകളാണ്. K രാധാകൃഷ്ണനിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 41% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ അതേ സാഹചര്യത്തിൽ TN സരസു എന്ന
NDAയുടെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ 13% വോട്ടുകളാണ് TN സരസു സ്വന്തമാക്കുന്നത്. കൃത്യമായി പരിശോധിക്കുമ്പോൾ രമ്യ ഹരിദാസ് സ്വന്തമാക്കുന്നത് 43% വോട്ടും കെ രാധാകൃഷ്ണൻ സ്വന്തമാക്കുന്നത് 41% വോട്ടുമാണ്. നേരിയ 2% വ്യത്യാസം മാത്രമാണ് ഇരുവരും തമ്മിലുള്ളത് എന്ന് മനസ്സിലാക്കാം. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ 3 സ്ഥാനാർത്ഥികളും കരുത്തരാണ്. ഒരു ത്രികോണ മത്സരം തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സാധ്യതയുണ്ട്. അവിടെ ആര് വിജയിച്ചാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് K മുരളീധരനും LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് VS സുനിൽകുമാറും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയും കൂടി കളത്തിലിറങ്ങുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ മുരളീധരൻ സ്വന്തമാക്കുന്നത് 32% വോട്ടുകളാണ്. VS സുനിൽകുമാർ സ്വന്തമാക്കുന്നത് 30% വോട്ടുകളാണ്. അതേസമയം തന്നെ സുരേഷ് ഗോപി സ്വന്തമാക്കുന്നത് 33% വോട്ടുകളാണ്. മൂവരും തമ്മിൽ നേരിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് കാണുന്നത്. എന്നിരുന്നാൽ പോലും നേരിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും തൃശ്ശൂരിൽ വിജയ സാധ്യതയേറെയുള്ളത് സുരേഷ് ഗോപിക്കാണെന്ന് സർവേ ഫലങ്ങൾ പറയുകയാണ്. 33% വോട്ടുകൾ നേടിക്കൊണ്ട് സുരേഷ് ഗോപി കൂടി വിജയിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത്. എന്നാൽ രണ്ടാം സ്ഥാനത്തെത്തുന്നത് K മുരളീധരനാണ്. 32% വോട്ടുകളാണ്. നേരിയ 1% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിൽ വരുന്നത്. VS സുനിൽകുമാറിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 30% വോട്ടുകൾ മാത്രമാണ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമാക്കാൻ സാധിക്കുന്നത്. തന്നെയാണെങ്കിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർവേകളെല്ലാം തന്നെ പല സാധ്യതകളും പുറത്തുവിടുന്നുണ്ടെങ്കിലും പ്രവചനാതീതം തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.